പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കിയതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ പൊരുൾ, ഹല്ലേലൂയ, ദൈവവചനത്തിൽ നിന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അബ്രഹാമിനെ കുറിച്ച് വചനം എന്തു പറഞ്ഞിരിക്കുന്നു എന്നതല്ല, ഇസഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും എന്ത് പറഞ്ഞിരിക്കുന്നു എന്നതല്ല, അല്ലെങ്കിൽ പൗലോസിൽ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഗ്രന്ഥമായി ബൈബിളിനെ കാണരുത്. പകരമായി നമ്മളിൽ ക്രിസ്തുവിലൂടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്ന പുസ്തകമാണ് ദൈവവചനം. അപ്പൊ അവിടെ ഒരു വ്യക്തി എപ്പോഴാണോ ദൈവവചനത്തെ വ്യക്തിപരമായി മനസ്സിലാക്കാൻ തുടങ്ങുന്നത് അവിടെ ജീവിതം മാറും. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ കർത്താവ് തന്നോട് കൂടെ ചേർന്ന് നിൽക്കാനായിട്ട് 12 അപ്പോസ്തലന്മാരെ കർത്താവ് തെരഞ്ഞെടുത്തു. അപ്പൊ അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ അവരെ കുറിച്ച് കർത്താവ് ആഗ്രഹിച്ച കാര്യം തന്നോടുകൂടി ഇരിപ്പാനും ആമേൻ തന്റെ ശുശ്രൂഷയ്ക്ക് അയക്കുവാനായിട്ടുമാണ് 12 പേരെ തെരഞ്ഞെടുത്തത് എന്നാണ് ദൈവവചനം നമ്മൾ കാണുന്നത്. അവരുടെ മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അവരെ കുറിച്ച് കാണുന്നത് അവരെ തെരഞ്ഞെടുത്തു, തനിക്ക് ബോധിച്ചവരെ തെരഞ്ഞെടുത്തു. അങ്ങനെയാണ് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാനിത് ഇങ്ങനെ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യം. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു, അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാവാനും 12 വരെ നിയമിച്ചു. അപ്പൊ അവിടെ 3 കാര്യമാണ് പറയുന്നത്. ഒന്ന്, തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന്. 3 ഉത്തരവാദിത്തമാണ്. ഒന്ന്, തന്റെ കൂടിരിക്കുക, കർത്താവിന്റെ കൂടിരിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ ഇരിക്കുക എന്നതായിരിക്കണം. ദൈവ സാന്നിധ്യത്തോട് കൂടെ ആയിരിക്കണം. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമത്തിലെ 2 പ്രധാനപ്പെട്ട കൽപ്പനകളാണ് സ്നാനത്തെക്കുറിച്ചും കർത്താവിന്റെ മേശയെക്കുറിച്ചും പറയുന്നത്, കർത്തൃമേശയെക്കുറിച്ച് പറയുന്നത്. അപ്പൊ അവിടെ ഒന്ന്, സ്നാനത്തെക്കുറിച്ച് റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. അതാണ് അവിടെ കാണുന്നത്. ഇപ്പോഴ് അവിടെ റോമാലേഖനം 6-ാം അധ്യായത്തില് മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും സ്നാനത്തോട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. നമ്മൾ അവിടെയും അത് തന്നെയാണ് കാണുന്നത്. 3-ാം അധ്യായം, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 27-ാം വാക്യം. ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസ്തുവിനോട് ചേരുവാനായിട്ട്. അപ്പം സ്നാനം എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന പ്രക്രിയകൾക്ക് അതീതമായി സ്നാനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവിനോട് ചേരുക എന്നതാണ്. കർത്താവുമായിട്ടുള്ള ഇന്റിമസി, കർത്താവിനോടുള്ള ഫെലോഷിപ്പ്. അപ്പൊ കർത്താവിനോട് ചേരുക, കർത്താവിന്റെ കൂടിരിക്കുക, അത് നമ്മളെ കുറിച്ച്, ഓരോരുത്തരെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. കാരണം ആദാം നഷ്ടപ്പെടുത്തിയത് ദൈവമായിട്ടുള്ള ഫെലോഷിപ്പാണ്. ആദാം നഷ്ടപ്പെടുത്തിയത് പർദീസയിലുള്ള വിഭവസമൃദ്ധമായ ഫലങ്ങളുടെ ശ്രേഷ്ഠതയൊന്നുമല്ല നഷ്ടപ്പെടുത്തിയ ദൈവമായിട്ടുള്ള കൂട്ടായ്മ. ആ കൂട്ടായ്മ മടക്കി തരാനായിട്ട് നമുക്ക് കർത്താവായ യേശുവിനെ പിതാവ് ദൈവം ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യം ഇതാണ്: ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. നാം ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ദൈവം നമ്മോട് കൂടിയിരിക്കുന്നവനായിട്ടാണ് അവിടെ നാം പരിചയപ്പെടുന്നത്. ആ കർത്താവ് മനുഷ്യന്റെ കൂടെ താമസിക്കാൻ ഇറങ്ങി വന്ന, മനുഷ്യന്റെ കൂടെ വസിച്ച് മനുഷ്യന്റെ പാപത്തിന് വില കൊടുക്കാൻ ഇറങ്ങി വന്നവനായ കർത്താവ് അവിടെ പറയുന്നൊരു കാര്യം ഇതാണ്: തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കാനും 12 വരെ നിയമിച്ചു. അപ്പൊ തന്നോടുകൂടി ഇരിക്കുക, അത് കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഈ സ്നാനം എന്ന് പറയുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത് തന്നോട് ചേരാനായിട്ട്.
ക്രിസ്തുവിനോടുകൂടെ ചേർന്നു, അവനോടുകൂടെ ചേർന്നു എന്നാണ് നമ്മൾ ഈ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക, അവനോടുകൂടെ ചേരുവാൻ കർത്താവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റവരെ നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. റോമാലേഖനത്തിലും 6-ാം അധ്യായത്തിലും അത് തന്നെയാ പറയുന്നത്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നമ്മൾ ആ രണ്ട് വേദഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, സ്നാനം എന്ന് പറയുന്നത് പ്രക്രിയകൾക്ക് അതീതമായിട്ട് കർത്താവിനോട് ചേരുക എന്നതാണ് പ്രസക്തമായത്. അതിന്റെ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ അതിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിനോട് ചേരുക, സ്നാനത്തിലൂടെ സംഭവിക്കുന്നത് ക്രിസ്തുവിനോട് ചേരുക എന്നതാണ്. ക്രിസ്തുവിനോട് ചേരുക, അതായത് ക്രിസ്തുവിനോട് ചേരുക എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സ്ഥലത്ത് എത്തിച്ചേരുക എന്നതിനപ്പുറത്ത്, ഒരു സ്ഥലത്ത് എത്തിച്ചേരുക ഇല്ലെങ്കിൽ ഒരാളോട് ചേരുക എന്ന് പറയുമ്പോൾ, നമുക്ക് ഒരു നദി വേറൊരു നദിയോട് കൂടിച്ചേരുമ്പോൾ, അല്ലെങ്കിൽ നദിയിലെ വെള്ളമെല്ലാം സമുദ്രത്തിൽ കൂടിച്ചേരുമ്പോൾ, അവിടെ ചേരുക എന്ന് പറയുമ്പോൾ നദികളെല്ലാം കൂടെ സമുദ്രത്തിലേക്ക് വന്നു ചേരുമ്പോൾ പിന്നെ അവിടെ നദികളുടെ പേര് അറിയപ്പെടുന്നില്ല, ആ സമുദ്രം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ക്രിസ്തുവിനോട് ചേരുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്നിട്ട് നമ്മുടെ ഐഡന്റിറ്റി ഇല്ലാതായി തീരുന്ന ഒരു അവസ്ഥ, അതാണ് ക്രിസ്തുവിനോട് ചേരുക എന്ന് പറയുന്നത്. ക്രിസ്തുവിനോട് ഒരു വ്യക്തി ചേരുമ്പോൾ ഇനി ആ വ്യക്തിയുടെ പഴയ ഐഡന്റിറ്റി തുറന്നു പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രശംസയിൽ ജീവിക്കാനുള്ള ആളുകളല്ലത്. അതിന് അപ്പുറമായിട്ട് അവൻ കർത്താവിനോട് ചേരുക, അവനിൽ ആയിത്തീർന്നു. ഇനി ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ ഐഡന്റിറ്റിയേക്കാൾ അപ്പുറമായി ക്രിസ്തുവിന്റെ ഐഡന്റിറ്റിയെ ഉയർത്തി കാണിക്കുന്ന ക്രിസ്തുവിനെയാണ് എനിക്ക് പറയാനുള്ളത്. ക്രിസ്തുവിനോട് ഞാൻ ചേർന്നിരിക്കുക, ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ വചനം പറയുന്നത്. അവനോടുകൂടെ ചേരുക, കർത്താവിനോടുകൂടെ ചേരുക. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പലപ്പോഴും പല കുദാശകൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആത്മീകമായിട്ടുള്ള പല കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ, ആത്മീയമായ പല കാര്യങ്ങളിലേക്ക് നമ്മൾ മുൻകൈ എടുത്ത് അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പലപ്പോഴും നാം ഈ വളരെ പ്രധാനപ്പെട്ടതായ ഉദ്ദേശത്തെ നാം മറന്നുപോകാറ്. ക്രിസ്തുവിനോട് ചേരുക, അതാണ് സ്നാനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതായത് നമുക്ക് അതിന്റെ സ്നാനം നടത്തുന്നതിന്റെ പ്രക്രിയകളോ കാര്യങ്ങളോ ഘടനമോ വ്യവസ്ഥയോ എങ്ങനെയാണ്, ഇതാണ് അതിനെ കുറിച്ചെല്ലാം വിശദമായ പഠനങ്ങളും വാദപ്രതിവാദങ്ങളും പലരിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിനെക്കുറിച്ചല്ല നാം കൂടുതൽ മനസ്സിലാക്കേണ്ടതും, അതിനെക്കുറിച്ചല്ല നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടതും. നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: സ്നാനത്താൽ ക്രിസ്തുവിനോട് ചേർന്നു കർത്താവിൽ നിന്ന് വേർപിരിക്കാൻ കഴിയാത്തൊരു ബന്ധത്തിലേക്കായിരുന്നു. പൗലോസ് പറയുന്ന ഒരു പദമില്ലേ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുന്നത് ഒന്നിനും വേർപിരിക്കാൻ കഴിയാത്തൊരു ബന്ധത്തിലേക്കായി തീരുക. അതാണ് യഥാർത്ഥത്തിൽ സ്നാനത്തിലൂടെ നടക്കുന്നത്. യേശു ക്രിസ്തു തന്റെ 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് ഇവിടെ പറയുന്നത്, തന്നോടുകൂടി ഇരിപ്പാനും. അവര് സുവിശേഷം പറയാനായിട്ട് പോണം, അവര് പോകേണ്ടതായിട്ടുണ്ട്, യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്, അവർ ഭൂതങ്ങളെ പുറത്താക്കണം, ശുശ്രൂഷകൾ ചെയ്യണം. എന്നാൽ അതൊക്കെയും തന്നോടുകൂടെ വസിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. ഈ മർക്കോസിന്റെ സുവിശേഷത്തില് ഈ 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യം ഞാൻ വായിക്കാം. അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. അപ്പൊ അവിടെ കർത്താവ് പറയുന്നത് തന്നോടുകൂടി ഇരിപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, തന്റെ ശുശ്രൂഷയിൽ എന്തൊക്കെ കർത്താവ് ആഗ്രഹിച്ചു അതെല്ലാം ചെയ്യാനായിട്ട്, സുവിശേഷം പ്രസംഗിക്കാനായിട്ട് 12 നിയമിച്ചു. അങ്ങനെ കർത്താവ് 12 നിയമിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തില് അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തോട് ചേർന്ന് പറയുന്ന ഒരു കാര്യമാണ് 1-ാം അധ്യായത്തിൽ 22-ാം വാക്യം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന്
ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേര് വിളിക്കപ്പെടും. ദൈവം നമ്മോട് കൂടെ. എന്നാൽ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെയും 20-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. കർത്താവ് പറയും, ഞാൻ കൂടെയുണ്ട്. എന്നാൽ ഇവിടെ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം കാണുന്നത്, അതിന്റെ 13-14 വാക്യങ്ങളിൽ കാണുന്നത്, 14-15 വാക്യങ്ങളിൽ കാണുന്നത്, തന്നോടുകൂടി ഇരിപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, പ്രസംഗിക്കേണ്ടതിന് അയപ്പാൻ. അപ്പൊ ഈ പ്രസംഗിക്കേണ്ടതിന് അയക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ വസിക്കുക, യേശുവിനോട് കൂടെ വസിക്കുക, കർത്താവിന്റെ കൂടെ വസിക്കുക. ശുശ്രൂഷകളിൽ അത്ഭുതം നടക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നവര്. എന്റെ ശുശ്രൂഷയിൽ അത്ഭുതം നടക്കണം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകണം, അത്ഭുതങ്ങൾ ധാരാളമായി നടക്കണം, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നിശ്ചയമായിട്ടും അത് ആവശ്യമാണ്, അത് നടക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ഓരോ ദൈവമക്കളിലൂടെയും കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്, നാം ആഗ്രഹിക്കുന്നതിലുപരി. എന്നാൽ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കർത്താവിലൂടെ എന്നിലൂടെ കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടണം. അതെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. എന്നാൽ അതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നാം കർത്താവിനോട് കൂടെ വസിക്കാൻ, കർത്താവിനോട് കൂടെ വസിക്കുന്ന ഒരുവനിലൂടെയാണ് അതെ വചനം പ്രഘോഷിക്കപ്പെടേണ്ടതും രോഗികൾ സൗഖ്യമാകേണ്ടതും ഭൂതങ്ങൾ പുറത്താക്കേണ്ടതും. അതായത് കർത്താവിന്റെ കൂടെ വസിക്കുന്ന ഒരുവൻ, അവൻ കർത്താവിനോട് കൂടെ വസിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ് വചനത്തിന്റെ ശക്തി പുറപ്പെടുക, ഭൂതങ്ങൾ പുറത്തു പോവുക, രോഗികൾ സൗഖ്യമാകുക എന്നതെല്ലാം. അപ്പോൾ കർത്താവിന്റെ കൂടെ വസിക്കുക എന്നത് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹമായി മാറണം. കർത്താവിനോട് കൂടെ വസിക്കുക എന്നത്, അതേ പ്രിയപ്പെട്ടവരെ, അത് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. പ്രൈസ് ഗാഡ്. നിങ്ങളിലും എന്നിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്ത്? അവനോട് കൂടെ വസിക്കുക. നാം അവനോട് കൂടെ വസിക്കാനായിട്ട്, കർത്താവ് അവനോട് കൂടെ വസിക്കാനായിട്ട് നമ്മളെ തെരഞ്ഞെടുത്ത്. എന്നിട്ട് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഇങ്ങനെയാണ്. അതിന്റെ 19-20 വാക്യങ്ങളെ ഇങ്ങനെ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-20 വാക്യം. എന്നാൽ അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ചിട്ട് ഞാനത് വായിക്കാം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. യേശു അവരോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ട് അതിനോട് ചേർന്ന് കർത്താവ് പറയുന്ന കാര്യം ഇതാണ്: വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. അപ്പൊ നമുക്ക് സ്നാനത്താൽ എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്തുവിനോട് ചേരുക. അപ്പൊ വിശ്വസിക്കുകയും ക്രിസ്തുവിനോട് ചേരുകയും ചെയ്യുക. അപ്പൊ വിശ്വാസത്തിലൂടെ നമ്മളിൽ ഉണ്ടാകേണ്ട കാര്യം എന്താണ്? ക്രിസ്തുവിനോട് ചേരുക. ക്രിസ്തുവിനെയും നമ്മളെയും തമ്മിൽ വേർതിരിക്കാൻ കഴിയാത്തൊരു ബന്ധത്തിലായിത്തീരുക. അങ്ങനെ ആയിത്തീരുക. നിങ്ങൾ പോവുക, പ്രസംഗിക്കുക. അവരോട് കർത്താവ് പറഞ്ഞ കാര്യമാണ് 15-ാം വാക്യം, മർക്കോസിന്റെ സുവിശേഷം 16-15. എന്നാൽ അതിന്റെ 19-20 വാക്യം ഞാൻ വീണ്ടും വായിക്കാം. അങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലതുഭാഗത്തിലും. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ച് അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവർ പുറപ്പെട്ടു പോയി. അപ്പൊ കർത്താവ് മർക്കോസിന്റെ സുവിശേഷം നാം വായിച്ചതായ 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ നാം കാണുന്നതാണ്. അവരെ അയക്കാനായിട്ടാണ് തെരഞ്ഞെടുത്തത്. എന്നാൽ കർത്താവിന് ഒരു ആഗ്രഹമുണ്ട്, അവർ തന്നോട് കൂടിയിരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കാൻ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. ഇവിടെ അവർ പുറപ്പെട്ടു പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിന്റെ കൂടെ വസിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. കർത്താവിന്റെ കൂടെ വസിക്കുമ്പോൾ അവൻ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഈ വചനത്തിൽ പറയുന്ന കാര്യം ഇതാണ്. ഹല്ലേലൂയ. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ച് അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. ഏത് വചനത്തെയാണ്? അവർ പ്രസംഗിച്ച വചനത്തെ. അപ്പൊ അത്ഭുതങ്ങൾ നടക്കുന്നതിന് മുമ്പ്
ആ അത്ഭുതങ്ങൾക്ക് അടിസ്ഥാനമായ വചനം പ്രസംഗിക്കപ്പെട്ടു. വചനം പ്രസംഗിക്കപ്പെട്ടതിനോട് ചേർന്നാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. അപ്പൊ അവിടെ കർത്താവരോട് കൂടെ വസിച്ചു. കർത്താവിന്റെ വലിയ ആഗ്രഹമാണ് നമ്മോട് കൂടെ വസിക്കുക എന്നത്. അപ്പം സ്നാനം എന്ന് പറയുന്ന പ്രക്രിയയെ കുറിച്ച് വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ പല സ്ഥലത്തും കാണാനായിട്ട് കഴിയും. പക്ഷെ ആ വാദഗതികളും തർക്കങ്ങൾക്കും എല്ലാം അപ്പുറമായി സ്നാനത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കിയാൽ, അതെ, അവിടെ മറ്റ് വാദഗതികളെല്ലാം മാറി നിൽക്കും, തർക്കങ്ങളെല്ലാം മാറി നിൽക്കും. ക്രിസ്തുവിനോട് നിങ്ങൾ ചേർന്നിട്ടുണ്ടോ? നിങ്ങൾ ജീവിതത്തിൽ ചില പ്രക്രിയകളോ ചടങ്ങുകളോ ചെയ്തു എന്നതിനപ്പുറത്ത് കർത്താവ് ആഗ്രഹിച്ച യഥാർത്ഥമായ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക്, അവനോട് ചേരുന്ന ഒരു അനുഭവത്തിലേക്ക് നാം ആയിട്ടുണ്ടോ? അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ കൽപ്പനയിലൂടെ, കർത്താവിന്റെ കൽപ്പന പ്രമാണിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. അതായത് വചനത്തില് റോമാലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, അവനോടുകൂടെ അവന്റെ മരണത്തോട് നമ്മളെ ഏകീഭവിച്ചിരിക്കുക, അവനോടുകൂടെ അടക്കപ്പെട്ടു. 4-ാം വാക്യത്തിൽ, 5-ാം വാക്യത്തിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് അവനോടുകൂടെ മരിക്കുക, അവനോടുകൂടെ അടക്കം ചെയ്യപ്പെടുക, അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുക. ഇത് സ്നാനമെന്ന് പറയുന്ന കാണത്തക്കവണ്ണമുള്ളതായ ആ ഒരു പ്രക്രിയയ്ക്ക് അപ്പുറമായി നമ്മുടെ ആന്തരികമായി അകത്ത് സംഭവിക്കേണ്ട കാര്യമാണ് അവനോടുകൂടെ മരിക്കുക, അവനോടുകൂടെ അടക്കം ചെയ്യപ്പെടുക, അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുക. നമുക്കറിയാം, ജീവനില്ലാത്ത ഒന്നിനെ അടക്കം ചെയ്യാതിരുന്നാൽ നാറ്റം വെക്കും. എന്നാൽ അടക്കം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ കാണത്തില്ല, പിന്നെ അങ്ങനൊരു ഓർമ്മയില്ല. ആ വ്യക്തിയെ കുറിച്ചുള്ള ചിന്ത, ഓർമ്മയുണ്ട്, പക്ഷെ ആ വ്യക്തിക്ക് പിന്നെ സ്ഥാനമില്ല. ആ ഒരു വ്യക്തിയുടെ വാക്കുകൾ, അഭിപ്രായങ്ങളൊന്നുമല്ല പിന്നെ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ക്രിസ്തുവിലായ ഒരു വ്യക്തിയിൽ അങ്ങനല്ല. അവനോടുകൂടെ അനേകർ മരിച്ചു, പക്ഷെ അടക്കം ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ അനേകർ അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റിട്ടില്ല. പക്ഷെ നമ്മിൽ നടക്കേണ്ടത് ഇത് 3-മാണ്. ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ അടക്കം ചെയ്യപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ഇന്ന് ഉയർത്തെഴുന്നേറ്റവരായ നാം ക്രിസ്തുവിനോടുകൂടെയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി തന്നെ തന്നെ യാഗമാക്കി കൊടുത്ത യേശുവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ആകയാൽ നമ്മൾക്കുള്ളവരല്ല. നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്ന് നാം അറിയണം. അപ്പൊ അവരോടുകൂടി ചേരുക എന്നതാണ് ഈ ശുശ്രൂഷകളെല്ലാം പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അവരോടുകൂടി ചേരുക എന്നതാണ്. അത് സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ അവരോടുകൂടെ ചേർന്നുവെങ്കിൽ പിന്നെ വെളിപ്പെടുന്ന ഒരു കാര്യമാണ്, അവൻ നമ്മോട് കൂടിരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിക്കും. ഇത് സ്നാനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് 1 കൊരിന്ത്യർ ലേഖനത്തിന്റെ 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കർത്താവിന്റെ മേശയെ കുറിച്ച് പറയുന്ന ഒരു വാക്ക്, അതിന്റെ 16-ാം വാക്യം 17-ാം വാക്യം, 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 10-ാം അധ്യായം 16-ാം വാക്യം 17-ാം വാക്യം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്നപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നു. അപ്പൊ ചിന്തിച്ചു നോക്കുക, സ്നാനം എന്ന് പറയുന്ന ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു. എന്നാൽ കർത്താവിന്റെ മേശയുടെ ഉദ്ദേശം എന്താണ്? അവന്റെ ശരീരത്തോടുള്ള കൂട്ടായ്മ, അവന്റെ രക്തത്തോടുള്ള കൂട്ടായ്മ. ഇത് രണ്ടുമാണ് കർത്താവിന്റെ അത്താഴം, വിശുദ്ധ സംസർഗ ശുശ്രൂഷ, ഹോളി കമ്മ്യൂണിയൻ. നല്ല വേർഡാണ്, നല്ലൊരു വാക്കാണ്. ഹോളി കമ്മ്യൂണിയൻ, വിശുദ്ധ സംസർഗം, അവനോടുകൂടുള്ള ഹോളി ഫെലോഷിപ്പ്. അപ്പൊ ഈ കർത്താവിന്റെ മേശയിൽ സംഭവിക്കുന്നത് എന്താണ്? അവനോടുള്ള കൂട്ടായ്മ. സ്നാനത്തിൽ നടക്കുന്നത് എന്താണ്? അവനോടുകൂടെ ചേരുക. അപ്പൊ ഈ നമ്മൾ കാണുന്നതായ ഏത് തരത്തിലുള്ള നമ്മുടെ ശുശ്രൂഷകളിൽ ചെയ്യുന്ന ഏത് കാര്യങ്ങളാകട്ടെ, ഏത് കുദാശകളോ, അതിന് നമ്മൾ പേരുകൾ എന്ത് നൽകിയാലും ആ ശുശ്രൂഷകളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം
കർത്താവിനോട് ചേരുക എന്നതാണ്. ഇവിടെ പറയുന്നത് ശരീരത്തിന്റെ കൂട്ടായ്മ, രക്തത്തിന്റെ കൂട്ടായ്മ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ ഈ കർത്താവിന്റെ ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്നതിലൂടെ, ആരാധനയിൽ, കുർബാനകളിൽ, അല്ലെങ്കിൽ മറ്റു ശുശ്രൂഷകളിൽ, ഉപവാസ പ്രാർത്ഥനകളിൽ, ഓൾ നൈറ്റ് പ്രയറിൽ, അതുപോലുള്ള മറ്റ് പല വിധത്തിലുള്ള ഉണർവ് യോഗങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളായിരിക്കും, നിങ്ങൾ ഒറ്റയ്ക്ക് ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ, ഈ കാര്യത്തിലൂടെ ഞാൻ കർത്താവിനോട് ചേർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കും. ശുശ്രൂഷകളുടെ എല്ലാം കാതലായ ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവിനോട് ചേരുക. നാം കർത്താവിനോട് ചേരുമ്പോൾ അവൻ നമ്മോട് ചേർന്ന് പ്രവർത്തിക്കും. ഇവിടെ സ്നാനത്തിൽ അവനോടുകൂടെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരാണ്. കർത്താവിന്റെ മേശയെ കുറിച്ച് പറയുന്നത് ശരീരത്തിന്റെ കൂട്ടായ്മ, രക്തത്തിന്റെ കൂട്ടായ്മ. ഇത് കർത്താവിന്റെ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ കർത്തൃമേശയുടെ വിവരണം 1 കൊരിന്ത്യർ ലേഖനത്തിൽ 11-ാം അധ്യായം 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്. അവിടെ കർത്താവിനോടുള്ള കൂട്ടായ്മയെ കുറിച്ചാണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നത്. അവിടെ ആ കർത്താവിനോടുള്ള കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ, ആ കൂട്ടായ്മയുടെ യഥാർത്ഥമായ തലം മനസ്സിലാക്കാതെ നാം ഈ ശുശ്രൂഷകൾ അനുഷ്ഠിച്ച് തൃപ്തരാകുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കിത് മടുപ്പായിട്ട് തോന്നുന്നത്. പക്ഷെ ഇതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി ദൈവവചനം വായിക്കുകയാകട്ടെ, പ്രാർത്ഥിക്കുകയാകട്ടെ, ഉപവസിക്കുകയാകട്ടെ, എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ പറയുന്ന ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കാളികളാകുമ്പോഴൊക്കെ ആകട്ടെ, നിങ്ങൾ അവനോടുകൂടെ ചേരുന്ന ഒരു അനുഭവത്തിലേക്കാണ് നിങ്ങളായിത്തീരുന്നത്. ഒരു നാളും നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. ഒരു നാളും നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല, നിശ്ചയമായി. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് തന്നിരിക്കുന്ന ഈ വിലയേറിയ സന്ദർഭം, ഈ വിലയേറിയ അവസരങ്ങളെ കർത്താവിന് വേണ്ടി, കർത്താവിനോട് ചേർന്നിരിക്കാനായിട്ട് അതിനായിട്ട് ഉപയോഗിച്ച് അതൊന്നും മനസ്സിലാക്കിക്കേ. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവനുമായി കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. അതിന്റെ 19-ാം വാക്യം: ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പൊ ഇവിടേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, കർത്താവായ യേശുവിനോടുള്ള ബന്ധത്തിൽ അവനുമായി ഏകാത്മാവാകുമ്പോൾ, ഒന്നിച്ചാകുമ്പോൾ ഏകാത്മാവായിട്ട് മാറും. അതാണ് യഥാർത്ഥത്തിൽ ഈ ശുശ്രൂഷകളിലൂടെ എല്ലാം സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇതാണ് അവനുമായിട്ട് ഏകാത്മാവാകുക, വേർപിരിക്കാൻ കഴിയാത്ത ഒരു ബന്ധത്തിലായിത്തീരുക. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങളിലൂടെയും എന്നിലൂടെയും കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അവനുമായിട്ട് ഏകാത്മാവാകുക. കർത്താവിന്റെ മേശയാകട്ടെ, സ്നാന ശുശ്രൂഷയാകട്ടെ, ഇതിനെല്ലാം ഉദ്ദേശം. പക്ഷെ പ്രിയപ്പെട്ടിരുന്ന നിർഭാഗ്യവശാൽ അനേക വാദഗതികൾ, തർക്കങ്ങളാണ്. എങ്ങനെ സ്നാനപ്പെടണം, കർത്തൃമേശ എങ്ങനെ ആയിരിക്കണം? പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ, ഈ സ്നാന ശുശ്രൂഷകൾക്ക് മറ്റെന്തെല്ലാം കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുത്താൽ, കർത്താവിന്റെ മേശയിലും തിരുവത്താഴ ശുശ്രൂഷകൾക്കെല്ലാം മറ്റു കാര്യത്തിന് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ, ആ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന നിങ്ങളിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ, ഒരു മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ, ക്രിസ്തുവിനോടുള്ള ആ വണ്ണസിലേക്ക് നിങ്ങൾ ആയിത്തീരുന്നില്ലെങ്കിൽ, ആ ശുശ്രൂഷകളെല്ലാം ജസ്റ്റ് ഒരു ആചാരമായിട്ട് മാത്രമാകും. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ എന്ന് പറയാൻ സാധിക്കും, ഞാൻ കർത്താവിനോട് ചേരുവാനായിട്ട്. അതെ, ഇനി എന്റെ ഐഡന്റിറ്റി വെച്ച് പുലർത്താനല്ല, ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്താനായിട്ട്. അതെ, ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കാണുന്നവർ, നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണട്ടെ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയട്ടെ, ക്രിസ്തുവിന്റെ ശക്തിയെ തിരിച്ചറിയട്ടെ. അതെ, അവനോടുകൂടെ ചേരുക. അതുകൊണ്ട് അതിന്റെ ചടങ്ങുകൾ എങ്ങനെയായിരിക്കണം, ക്രമങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള വാദഗതികൾ നിർത്തിയിട്ട്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതെന്നിൽ സാധ്യമാകാനായിട്ട് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു കർത്താവേ എന്ന് നിങ്ങളൊന്ന് സമർപ്പിക്കാമോ? ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ
അത്ഭുതങ്ങളെ ചെയ്യാൻ കർത്താവ് ഒരുക്കമുള്ളവരാണ്. കർത്താവ് പറഞ്ഞത് അവനോട് കൂടി ഇരിക്കാനായിട്ടാണ് കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത്. എന്നാൽ ഹല്ലേലൂയ, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ അത് കാണുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ അവരോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, അവനോടുകൂടെ നാം ചേർന്നിരിക്കുമ്പോൾ നമ്മളോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തിന്റെ ആഴവും ശക്തിയും പൊരുളും തിരിച്ചറിയുമ്പോൾ ഞങ്ങള് ലോക രാജ്യത്തിന് പ്രയോജനമുള്ളവരായി കർത്താവെ ഞങ്ങളെ ആക്കി തീർക്കണം. പ്രത്യേകിച്ച് കർത്താവെ, എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരത്തിലും മനസ്സിലും ജീവിതത്തിലും തളർന്നും ഭാരപ്പെട്ടും നിരാശയിലായിരിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി ദിവസങ്ങളിൽ വെളിപ്പെട്ട കർത്താവ്, അവരുടെ അവസ്ഥകൾ മാറുന്നത് അവർ തിരിച്ചറിയട്ടെ, അവരത് കാണട്ടെ കർത്താവ്. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, അങ്ങയോടുള്ള കൂട്ടായ്മയും അവരുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും മാറ്റം ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവ്. ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ആ അനുഭവം ജീവിതത്തിൽ അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യമായി തീരട്ടെ. അതേ കർത്താവ്, കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, മുടിയനായ പുത്രന്റെ പിതാവ് ജ്യേഷ്ഠനോട് പറഞ്ഞ പോലെ, നീ എന്നോട് കൂടെ വസിക്കുന്നുണ്ട്, എനിക്കുള്ളതെല്ലാം നിന്റേതാ. അതേ കർത്താവ്, കർത്താവിനോട് ചേർന്ന് വസിച്ച് എല്ലാം കർത്താവിൽ നിന്നുള്ള സകലതും പ്രാപിച്ച് വാഴുവാനായിട്ട് കർത്താവിടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. രോഗികളായിട്ടുള്ളവരും ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യത്തിന്റെ കരം അവിടെ നിന്ന് നീട്ടിയിരിക്കുന്നവർ സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണമായ വിടുതൽ അവരിൽ ഉണ്ടാകട്ടെ. എല്ലാ ബലഹീനതകളും ആ ശരീരങ്ങളെ വിട്ടുമാറട്ടെ കർത്താവ്. അങ്ങ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് ഇപ്പോൾ തന്നെ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് മഹത്വം എല്ലാം മറക്കപ്പെട്ടിട്ടുണ്ടാണ്. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അതെ, മുടിയനായ പുത്രന്റെ ജ്യേഷ്ഠനോട് അപ്പൻ പറഞ്ഞൊരു വാക്കുണ്ട്, നീ എന്നോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് എനിക്കുള്ളതെല്ലാം നിന്റെതാണ്. അപ്പൊ ഇവിടെ നമ്മൾ കർത്താവിനോട് കൂടി ഇരിക്കുമ്പോൾ അവനുള്ളതെല്ലാം നമ്മുടേതാണ്. അതെ, ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിലെ ആ പുത്രത്വം, അതെ, ആ മക്കൾ എന്ന പദവിയിലേക്ക് നമുക്കുമായി തീരാം. അതെ, അവനോട് ചേർന്നു. എങ്ങനെയാണ്? അവൻ പുത്രനാണ്, ഞാനും പുത്രനായിട്ട് മാറി, ദൈവപുത്രനായിട്ട് മാറി. അതാണ് അവനോടുകൂടി ചേരുക എന്ന് പറയുന്നത്. ഈ ദിവസങ്ങൾ അങ്ങനെ ദൈവമക്കളാണെന്നുള്ള ബോധ്യവും അറിവുമുള്ളവരായി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുകയും ചെയ്യുക. നിശ്ചയമായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലുമായി തീരും. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളികളായി തീർന്നിരിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.